ഗുഡ് മോർണിംഗ്. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അന്ന് മാസുകളായിരുന്നു. ഇന്ന് ഒരു വ്യത്യാസമുള്ളൂ, ഇന്ന് ചാർജുകളാണ് കേട്ടോ. ഒരു ചാർജ് ഇരിപ്പുണ്ട്, പേര് കൊടുക്കാം Q1. ഇവിടെ വേറൊരു ചാർജ് ഇരിപ്പുണ്ട് Q2. അങ്ങനെയാണെങ്കിൽ കൂളം പറഞ്ഞിട്ടുണ്ട്. ഇവർക്കിടയിലുള്ള ഫോഴ്സ് സെൻട്രൽ ഫോഴ്സ് ആണല്ലോ കൂളം ഫോഴ്സ്, ഇലക്ട്രിക് ഫോഴ്സ്. അപ്പോൾ സെന്റർ ടു സെന്റർ രണ്ടും സെയിം ചാർജ് ആണ്. അങ്ങനെയാണെങ്കിൽ റിപ്പൽഷനാണ് ഫോഴ്സ്. ഇവനെ എന്ത് ചെയ്യും? തള്ളും. എങ്ങനെ തള്ളും? റിപ്പൽ ചെയ്യും. എങ്ങോട്ടേക്ക്? ഇവന്റെ ഡയറക്ഷനിലേക്ക്. ലൈൻ ഓഫ് ഫോഴ്സ്, സെന്റർ ടു സെന്റർ മാർക്ക് ചെയ്യുന്ന ഫോഴ്സിന് അതേ ലൈനിലായിരിക്കും ഇവനുണ്ടാവുക. അപ്പൊ നോക്കി, ഞാനിവിടെ പേര് കൊടുക്കുകയാണ്. ഈ ദൂരം ഡിസ്റ്റൻസ് ഓഫ് 1 from 2, ഇതാണ് ദൂരം. ഫോഴ്സ് ഓൺ 1 due to 2 ഇങ്ങോട്ടേക്ക്. ഇവന് ഇങ്ങോട്ട് എന്ത് ചെയ്യും? ഫോഴ്സ് ഓൺ 2 due to 1 ഇങ്ങോട്ടേക്കും ആക്ട് ചെയ്യും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഞാൻ മൂന്നാമത് വേറൊരു ചാർജിനെ കൊണ്ടുവരുമോ? ഇത് ഇവിടെ കൊണ്ടുവച്ചു, Q3. ഞാൻ ഇവനും തമ്മിലുള്ള ഇപ്പോഴത്തെ ഫോഴ്സ് നോക്കുക. സെയിം ചാർജ് ആണ്. ഇവനെ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. എങ്ങോട്ടാന്ന് ചോദിച്ചാല് ദാ ഇങ്ങോട്ടേക്ക്. ഫോഴ്സ് ഓൺ 1 due to 3. ഇവനും ഇടയിലുള്ള ദൂരമാണ് ഡിസ്റ്റൻസ് ഓഫ് 1 from 3. ഇവനെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഫോഴ്സ് ഓൺ 3 due to 1. ഓക്കെ, അപ്പൊ ഈ ബോഡിയിലേക്ക് നോക്കി. ഈ ബോഡിയിലേക്ക് ഇപ്പോ എത്ര ഫോഴ്സ് ഉണ്ട്? 2 ഫോഴ്സ് ഉണ്ട്. ആരൊക്കെ തമ്മിൽ? ഇവനും തമ്മിൽ. ആദ്യം ആരാ ഉണ്ടായിരുന്നത്? ഇവൻ മാത്രം. മൂന്നാമത് ഞാനൊരു ബോഡി കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഈ ഫോഴ്സിന്റെ അളവ് എത്ര മക്കളെ? ഫോഴ്സ് ഓൺ 1 due to 2 is equal to 1/4πε0 k എന്ന് എടുത്ത് ഞാൻ ഇൻറ്റു Q1 Q2 ഡിവൈഡ് ബൈ R. R എന്ന് പറഞ്ഞാൽ R12ന്റെ മാഗ്നിറ്റ്യൂഡ് കേട്ടോ, R12ന്റെ സ്ക്വയർ. ഓക്കെ, നമുക്ക് വെക്ടർ ഫോം എഴുതണ്ട, സ്കെയിലർ ഫോം എഴുതാൻ മതി ഇതിന്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇതാണ് F12. ഞാൻ മൂന്നാമതൊരു ഫോഴ്സ് കൊണ്ടുവന്നപ്പോഴോ F13, മൂന്നാമതൊരു ചാർജിനെ കൊണ്ടുവന്നപ്പോ എത്രയായി? K ഇൻറ്റു Q1 Q3 ഡിവൈഡ് ബൈ R13ന്റെ സ്ക്വയർ. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല്, ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഇല്ലേ, ഈ രണ്ടുപേരും തമ്മിലുള്ളത്, ഇവര് പരസ്പരം ഇൻഡിവിജ്വൽ ആയിട്ട് ആക്ട് ചെയ്തോളും. മൂന്നാമത് ഒരുത്തൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവനും തമ്മിലുള്ള ഫോഴ്സിന് ഒരു മാറ്റം ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം. അപ്പൊ ഇവനും തമ്മിൽ എത്രയാ ഫോഴ്സ്? F13. ഇവനെ നിങ്ങൾ ഇവിടെ നിന്ന് എടുത്ത് മാറ്റുവോ അല്ലെ വേറെ ആളെ കൊണ്ടുവന്ന് വെക്കുകയോ ചെയ്താലൊന്നും ഈ ഇൻഡിവിജ്വൽ ഫോഴ്സിന് ഒരു മാറ്റം ഉണ്ടാവില്ല. പിന്നെ മാറ്റം ഉണ്ടാകുന്നത് എവിടെയാ? ഈ ഒരു ബോഡിക്ക് മാത്രം. ഇവന്റെ ബോഡിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് മാറും കൊണ്ടുവരുന്ന ചാർജിനനുസരിച്ച്. അതായത് ഫോഴ്സ് ഓൺ 1 എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാല്, ഫോഴ്സ് ഓൺ 1 due to 2ഉം ഫോഴ്സ് ഓൺ 1 due to 3യും കൂടെ വെക്റ്റർ ആയിട്ട് കൂട്ടണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഡയറക്ഷൻ വേറെ ആയിരിക്കും ഓരോന്നിനെ കൊണ്ടുവന്ന് വെക്കുന്നതനുസരിച്ച്, അല്ലാതെ ഈ ഇൻഡിവിജ്വൽ ഫോഴ്സിനൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറയുന്നത്. നോട്ട് എഴുതിക്കുകയാണെങ്കിൽ, if the system contains a number of interacting charges, then the forces on a given charge is equal to the vector sum of the forces exerted on it by all remaining forces. കേട്ടോ, ഇത്രയാണ് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളൂ. പാഠഭാഗമല്ല, ഈ ചെറിയ ടോപ്പിക്കിൽ പഠിക്കാനുള്ളൂ. നമുക്കിനി ഇതിന്റെ ബേസ്ഡായിട്ട് കുറച്ചേറെ പ്രോബ്ലംസ് ഉണ്ട്, അത് വർക്ക്ഔട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ A B C, ഇതിന്റെ ഒരു സൈഡ് ക്യാപിറ്റൽ എഴുതാം. ഇതിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് സ്മോൾ ലെറ്റർ ആയി കേട്ടോ. അപ്പൊ ബാക്കി ഇക്വലാറ്റർ ട്രയാങ്കിൾ അല്ലേ, അപ്പൊ എല്ലാം എന്ത് വരും? എ വരും.
ഇടയ്ക്കുള്ള ആംഗിളോ 60 60 60. ഇതിന്റെ മൂന്നറ്റത്തായിട്ട് ഓരോ ചാർജുകളുണ്ട്, ക്യൂ ചാർജുകളുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ദ നെറ്റ് ഫോഴ്സ് ഓൺ ദ ചാർജ് അറ്റ് സി. ഈ ക്യൂവിലുള്ള ഈ ചാർജിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എത്രയാണ് ചോദിച്ചേക്കുന്നത്. നോക്കി, ഇവിടെ ഒരു ചാർജ് ഇരിപ്പുണ്ട്. ഇവന് ആരൊക്കെ തമ്മിലുള്ള ഫോഴ്സ് ഉണ്ട്? ഇവനും തമ്മിൽ. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ പറയുന്നത് എന്നാ, എത്ര ചാർജ് കൊണ്ടിരുന്നോട്ടെ ഒരു ചാർജിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് കാണാൻ വേണ്ടി ഓരോന്നിന്റെയും കൂട്ടിയിട്ട് വെക്റ്റർ ഫോമിൽ ആഡ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ നമുക്ക് നോക്കാം. ആദ്യം ഇവനും തമ്മിൽ നോക്കാം. ഫോഴ്സ് ഓൺ സി ഡ്യൂ ടു എ. ഈ രണ്ട് ചാർജ് തമ്മിൽ നോക്കാം. കൂളംസ് ലോ പ്രകാരം ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ അത് രണ്ടും എഴുതി നോക്കാം. F is equal to K into Q1 Q2 divided by അവരുടെ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ 1/4 എപ്സിലോൺ ഒക്കെ പറയാൻ K ആയിട്ട് എഴുതുന്നേ. K into Q1 Q2 രണ്ടുപേരുടെയും ചാർജ് Q ഡിവൈഡ് ബൈ അടുത്തുള്ള ഡിസ്റ്റൻസ് ഓഫ് A ആണ്, A സ്ക്വയർ. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 1. ഇത് എങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നത്? രണ്ടും സെയിം ചാർജ് അല്ലേ, അപ്പോൾ റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും അല്ലേ. ഇവിടെ ലൈൻ ജോയിനിങ് ഇങ്ങോട്ടേക്ക് കേട്ടോ. അപ്പൊ ഇങ്ങോട്ടേക്കാണ് ഫോഴ്സ് ഓൺ സി ഡ്യൂ ടു എ. ഇനി ഫോഴ്സ് ഓൺ സി ഡ്യൂ ടു ബി നോക്കാം. ബി എന്ന ചാർജ് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് കൊടുക്കും. കെ ഇൻറ്റു Q1 Q2 എന്ന് പറഞ്ഞാൽ Q ഡിവൈഡ് ബൈ ഗ്രേറ്റർ ഡിസ്റ്റൻസ് ഓഫ് എ സ്ക്വയർ. അപ്പൊ അങ്ങനെ തന്നെ വരും. ഇവരിവിടെ തന്നെയാണോ റിപ്പൾസീവ് ഫോഴ്സ് അല്ലേ. അപ്പൊ ഇവന്റെ ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ആക്കി. ഫോഴ്സ് ഓൺ സി ഡ്യൂ ടു ബി. ഓക്കെ, അപ്പൊ Q ഇൻറ്റു Q എന്നാ വന്നു? Q സ്ക്വയർ. ഇനി എന്നാ ചോദിച്ചാൽ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ പറയുന്നത് ഈ രണ്ട് ഫോഴ്സിനെ വെക്റ്റർ ആയിട്ട് ആഡ് ചെയ്യാനായിട്ട്. രണ്ട് വെക്റ്റർ ഉണ്ട്, ഫോഴ്സ് വെക്റ്റർ ആണ്, അവർക്കിടയിലുള്ള ആംഗിൾ മക്കളെ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് എന്നായിരിക്കും? ഇതും 60 ഡിഗ്രി അല്ലേ. അപ്പൊ രണ്ട് വെക്ടറിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ 60 ഡിഗ്രിയാണ്. അങ്ങനെ നെറ്റ് റിസൾട്ടന്റ് എന്നാ വരും? രണ്ട് വെക്ടർ ഉണ്ട്, അവരുടെ ആംഗിൾ തീറ്റ ആണെങ്കിൽ നെറ്റ് റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് നോക്കിയ എ വെക്ടർ ബി വെക്ടർ അവർക്കിടയിലുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്നാ വരും? റിസൾട്ടന്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു F ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് രണ്ട് വെക്ടർ ഉണ്ട്, അവരുടെ ആംഗിൾ 60 ഡിഗ്രി. അപ്പൊ FCA സ്ക്വയർ പ്ലസ് FCB സ്ക്വയർ പ്ലസ് 2 ടൈംസ് FCA ഇൻറ്റു FCB കോസ് തീറ്റ എത്രയാ? വെക്ടർ കടയുള്ള ആംഗിൾ 60 ഡിഗ്രി. FCA ന്റെ സ്ക്വയർ KQ സ്ക്വയർ ബൈ A സ്ക്വയർ. KQ സ്ക്വയർ ഡിവൈഡ് ബൈ ഒരു പണിതാലോ. നമുക്ക് രണ്ടും സെയിം അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തറിയോ? ഇവനെ ഞാൻ F എന്ന് വിളിക്കുക, ഇവനെ ഞാൻ F എന്ന് വിളിക്കുക. രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടോ? സെയിം ആണ്. ഞാൻ ഇവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡിൽ എടുക്കുന്നത്, മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയർ അല്ലേ. അപ്പം അങ്ങനെയെങ്കിൽ FCAക്ക് ഞാൻ F എന്ന് എടുക്കുക. F സ്ക്വയർ പ്ലസ് 2 ടൈംസ് F ഇൻറ്റു cos 60 എത്രയാ? 1/2. 2 വെട്ടിപ്പോയി. F സ്ക്വയർ F ഇൻറ്റു F എന്നാ? അത് F സ്ക്വയർ. അപ്പൊ 3F സ്ക്വയർ. ഇതൊക്കെ റൂട്ടിനകത്തല്ലേ. അപ്പൊ റൂട്ട് 3F. പക്ഷെ F എന്നാ? KQ സ്ക്വയർ ബൈ A സ്ക്വയർ. അപ്പൊ റൂട്ട് 3 ഇൻറ്റു K ഇൻറ്റു Q സ്ക്വയർ ഡിവൈഡ് ബൈ A സ്ക്വയർ. ഇതാണ് ആൻസർ. ഇതാണ് റിസൾട്ടന്റ് ഫോഴ്സ്. ഇത് കൂടെ ആയിരിക്കും മക്കളെ. രണ്ടും സെയിം മാഗ്നിറ്റ്യൂഡ് അല്ലേ, 60 ഡിഗ്രി അല്ലേ. അപ്പൊ റിസൾട്ടന്റ് കറക്റ്റ് 30 ഡിഗ്രിയിൽ ഇതാ ഇങ്ങോട്ടേക്ക്. അത് എത്രയായിരിക്കും? റൂട്ട് 3 ടൈംസ് KQ സ്ക്വയർ ഡിവൈഡ് ബൈ A സ്ക്വയർ. ഇതാണ് എൻ്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒരു സ്ക്വയർ ഉണ്ട്. ഈ സ്ക്വയറിന്റെ സ്ക്വയർ വിചാരിക്കട്ടോ. ഈ സ്ക്വയറിന്റെ 4 സൈഡിലും ഓരോ ചാർജുകളുണ്ട്.
4 സൈഡല്ല, 4 മൂലകളിൽ. ഇതിന്റെ നടുക്ക് ഒരു ചാർജ് വെച്ചേക്കോ, ഒരു പോയിന്റ് ചാർജ് കേട്ടോ, Q. ചോദിച്ചേക്കുന്നത് നെറ്റ് ഫോഴ്സ് ഓൺ ദിസ് ചാർജ് ഈസ്. ഇവൻ എന്ത് ചെയ്യും? റിപ്പിൾ ചെയ്യും. എത്രയില്? K ഇൻറ്റു Q ഡിവൈഡ് ബൈ R സ്ക്വയറിൽ. ഈ ഡിസ്റ്റൻസ് ആണ് R എന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളതും R തന്നെ ആയിരിക്കുമല്ലോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളതും R തന്നെ ആയിരിക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളതും R തന്നെ ആയിരിക്കും. ഇവൻ ഇവിടുന്ന് ഈ ഫോഴ്സിൽ ഇങ്ങോട്ടേക്ക് തള്ളുന്നുണ്ട്, പക്ഷെ അതേപോലെ ഇവൻ ഇവിടുന്ന് Q ബൈ R സ്ക്വയർ കണ്ടോ, K ഇൻറ്റു Q1 Q2 സെയിം ചാർജ് ആണ് ഡിവൈഡ് ബൈ R സ്ക്വയർ. ആ ഫോഴ്സ് ഇവിടെ ഇങ്ങോട്ടും തള്ളുന്നുണ്ട്. അപ്പോൾ രണ്ട് ഫോഴ്സ് നമ്മൾ എന്തായി പോയി? ക്യാൻസൽ ആയി. ഇവൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തള്ളുന്നുണ്ട്, ഇവൻ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും തള്ളുന്നുണ്ട്, സെയിം ഫോഴ്സ്. അപ്പോൾ അതും ക്യാൻസൽ ആയി. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്നതാ 0. ഇതല്ല എൻ്റെ ക്വസ്റ്റ്യൻ. ഈ ചാർജ് ഇല്ല ഇവിടെ, ഈ ചാർജ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നെറ്റ് ഫോഴ്സ് എത്രയാണെന്ന് ചോദ്യം. ഇവിടെ ഒരു സ്മോൾ ലെറ്റർ Q ഉണ്ട്, ഇവിടെ ചാർജ് ഇല്ല, 3 സൈഡിലും ചാർജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചാർജിൽ ഇപ്പൊ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് എത്രയാണ്? കാണാൻ എളുപ്പമാണ്. ഇവൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പരസ്പരം എന്തായി പോയി? ക്യാൻസൽ ആയി പോയി. പിന്നെ ആരാ ഉള്ളത്? ഇവനും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവൻ ഇങ്ങനെ എങ്ങോട്ടേക്ക് തള്ളും? ഇങ്ങോട്ടേക്ക് തള്ളും. ആ ഫോഴ്സ് അല്ലേ റിസൾട്ടന്റ് ഫോഴ്സ് ഈ ചാർജിലുള്ളത്. അത് എത്രയാ? K ഇൻറ്റു Q ഡിവൈഡ് ബൈ R സ്ക്വയർ അല്ലേ? ഓക്കെ, ഇത് എളുപ്പം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചോദിക്കുവാണ്, ഹെക്സഗൺ. ഈ ഹെക്സഗണിന്റെ 6 സൈഡില് Q ഉണ്ട്. ഇതിന്റെ സെന്ററില് ഒരു ചാർജ് ഉണ്ട്, സ്മോൾ ലെറ്റർ Q. ഇപ്പോൾ ഈ ചാർജ് അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് എത്രയാണ്? 0. ഇവന്റെ ഇതേ ഫോഴ്സിൽ അങ്ങോട്ട് തള്ളുന്നുണ്ട്, പക്ഷെ അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തള്ളുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ പരസ്പരം എന്തായി പോയി? ക്യാൻസൽ ആയി പോയി. ഞാൻ പക്ഷെ ഇപ്പൊ ചോദ്യം ഇവനെ അങ്ങെടുത്ത് മാറ്റി. അങ്ങനെയാണെങ്കിലോ എത്രയായിരിക്കും ഫോഴ്സ്? ഇവന്റെയും തമ്മിൽ ക്യാൻസൽ ആയി പോയി, ഇവന്റെയും തമ്മിൽ ക്യാൻസൽ ആയി പോയി. പിന്നെ ആരുള്ളതാരാ? ഇവനെ ഇങ്ങോട്ടേക്ക് തള്ളും. എത്ര ഫോഴ്സിൽ? ഈ ഡിസ്റ്റൻസ് ഒരു A ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ K ഇൻറ്റു Q ഡിവൈഡ് ബൈ A സ്ക്വയർ. അപ്പൊ അതായിരിക്കും എന്ത്? നെറ്റ് റിസൾട്ടന്റ് ഫോഴ്സ്. താഴേക്ക് K ഇൻറ്റു Q ഡിവൈഡ് ബൈ R അല്ല, A സ്ക്വയർ. ഇവിടെ എന്തായിരുന്നു? ഇവന്റ് K ഇൻറ്റു Q ഡിവൈഡ് ബൈ R സ്ക്വയർ. ഓ, അത് എളുപ്പമായിരുന്നു അല്ലേ? ശരി, നോക്കി. ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ കേട്ടോ. ഇതിന്റെ നടുക്ക് ഒരു ചാർജ് ഇരിക്കുക. എത്രയായിരിക്കും ഇവിടെ ഫോഴ്സ്? Q ABC എന്ന് വേണമെങ്കിൽ മാർക്ക് ചെയ്യും. ആണ് ഈ ചാർജ് അനുഭവപ്പെടുന്ന ഫോഴ്സ്. നോക്കി, നമുക്ക് പണിയാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് R ആക്കി എടുക്കാം. ഇതെന്നായിരിക്കില്ല ഇതും, കാരണം ഇക്വലാറ്റർ ട്രയാങ്കിൾ അല്ലേ. അപ്പൊ R. ഇവൻ ഇങ്ങോട്ടേക്കുള്ള ഫോഴ്സ് നോക്കി, FC. ഇത് O പോയിന്റ് കൊടുത്തു. FCO. ആ പോയിന്റിന് O എന്ന് പേര് കൊടുത്തോളാം. ഇസ് ഈക്വൽ ടു K ഇൻറ്റു Q ഡിവൈഡ് ബൈ R സ്ക്വയർ ആണല്ലോ. Q1 Q2 ഡിവൈഡ് ബൈ R സ്ക്വയർ. കൂളംബ് ലോ സിമിലർ അപ്ലൈ ചെയ്യും. എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ട്. ഇങ്ങോട്ട്. ഇതാണ് ഫോഴ്സ് ഓൺ O ഡ്യൂ ടു C. ഇങ്ങനെയാണ് വേണ്ടിയിരുന്നത്. അതാ ഒരു വിക്ക് വന്നത്. ഇനി അടുത്ത് നോക്കിയോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആരായിരിക്കും? ഫോഴ്സ് ഓൺ O ഡ്യൂ ടു ABC അല്ലേ, B. നോക്കി, ഈ ഫോഴ്സ് ഇവൻ ഇങ്ങോട്ടേക്കുള്ള ഫോഴ്സ് ഇങ്ങോട്ട്, ഇവൻ ഇങ്ങോട്ടേക്കുള്ള ഫോഴ്സ് ഇങ്ങോട്ടേക്ക്. ഇതിന്റെ രണ്ടിന്റെ റിസൾട്ടന്റ് കാണാം. കാരണം അറിയോ, അടുത്തവന്റെ ഫോഴ്സ് എങ്ങോട്ടേക്കാ? ഇവന്റെ ഫോഴ്സ് എങ്ങോട്ടേക്കാ? നേരെ താഴേക്ക്. എത്രയാ? ഫോഴ്സ് ഓൺ O ഡ്യൂ ടു A.
ഇത് കണ്ടുപിടിച്ചു. എത്രയാ? കെ ഇൻറ്റു ക്യൂ. നോക്കിയാൽ മക്കളെ, ഞാൻ ഈക്വൽ ചാർജ് എടുക്കുക കേട്ടോ, വലിയ ക്യൂ തന്നെ എടുക്കുക. അപ്പൊ കെ ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഇവനോ കെ ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഇവനോ കെ ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. നമുക്കിനി ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന മൊത്തം ഫോഴ്സ് കാണണ്ടേ? നമുക്ക് പണി ചെയ്യാം. ഇതിൽ ഏതെങ്കിലും രണ്ട് ഫോഴ്സിന്റെ റിസൾട്ടന്റ് കണ്ടിട്ട് മൂന്നാമത്തെ ഫോഴ്സിന്റെ റിസൾട്ടന്റായിട്ട് കൂട്ടാം. പണി ചെയ്തോ. ഈ രണ്ട് പേരുടെ റിസൾട്ടന്റ് അല്ലേ ഇവനും ഇവനും, രണ്ടുപേരുടെ ഫോഴ്സ് അല്ലേ ഇവനും ഇവനും. ഇവന്റെ റിസൾട്ടന്റ് കാണാം. രണ്ട് വെക്ടർ ഉണ്ട്, ഇവർക്കിടയിലുള്ള ആംഗിള് എത്രയായിരിക്കും? നോക്കി, ഇത് 60 ആണ്, അങ്ങനെ ഇത് 120 ആയിരിക്കണം. ഒരു ലൈനിന്റെ ടോട്ടൽ 180 ആവണ്ടേ? അപ്പൊ ഇതെന്തായാലും 120 ഡിഗ്രിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഫോഴ്സിന്റെ റിസൾട്ടന്റ് നമുക്ക് നോക്കാം എത്രയാണ്. റിസൾട്ടന്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, രണ്ട് വെക്ടർ ഉണ്ട്, ഇടയ്ക്ക് 120 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കി. ഫോഴ്സ് ഓൺ O due to B square plus force on O due to C square plus 2 times force on O due to B, force on O due to C into cos 120 degree. Force on O due to B എന്നാ പേര് കൊടുക്കാം? ഇതിന് ഞാൻ F എന്ന് പേര് കൊടുക്കാം കേട്ടോ. ഇത് രണ്ടും സെയിം അല്ലേ, സെയിം മാഗ്നിറ്റ്യൂഡ് അല്ലേ? അപ്പോൾ F സ്ക്വയർ പ്ലസ് 2 times F into cos 120 എത്രയാ? മൈനസ് 1/2 വെട്ടിപ്പോയി, ഇവിടെ മൈനസ് സൈൻ വന്നു. അപ്പൊ നോക്കിയേ, F into F എന്നതാ? F സ്ക്വയർ. അപ്പൊ F സ്ക്വയർ മൈനസ് F സ്ക്വയർ ക്യാൻസൽ ആയിപ്പോയി. ബാക്കി ആരുണ്ട്? ഒരു F സ്ക്വയർ ഉണ്ട്, അതിന് മാത്രം റൂട്ട്, ബാക്കിയെല്ലാം പോയല്ലോ. അപ്പൊ അതെന്നെ കിട്ടി? F കിട്ടി. ഓഹോ, രണ്ട് ഈക്വൽ വെക്ടർ ഉണ്ട്, അവർക്കിടയിലുള്ള ആംഗിൾ 120. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് എത്രയാ? എഫ്. നമുക്ക് പണ്ട് വെക്ടറിന്റെ ഭാഗത്ത് നിന്ന് അറിയാവുന്നതായിരുന്നു. എയും 120 ഡിഗ്രിയിൽ ആക്ട് ചെയ്യുന്നെങ്കിൽ റിസൾട്ടന്റ് എത്രയായിരിക്കും? സെയിം, ഒരെണ്ണത്തിന്റെ മാഗ്നിറ്റ്യൂഡ് എ. അത് എങ്ങനെ ആയിരിക്കും? ഈക്വലായിട്ട് രണ്ട് വെക്ടർ ഉണ്ടെങ്കിൽ റിസൾട്ടന്റ് എപ്പോഴും അതിന്റെ കറക്റ്റ് നടുകൂടി ആയിരിക്കും. ഇത് കൂടിയാ? ഇത് കൂടെ എഫ്. അപ്പൊ എഫ് ഫോഴ്സ് മുകളിലേക്കുണ്ട്, എഫ് ഫോഴ്സ് താഴേക്കുണ്ട്. കണ്ട മക്കളെ, ഇതും എഫ് തന്നെയാ. കെ ക്യൂ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഞാൻ എഫ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത് രണ്ടും എന്തായി പോയി? ക്യാൻസൽ ആയി പോയി. അപ്പൊ ഈ ബോഡിയിൽ എത്രയാ ചാർജ്? എത്രയാ ടോട്ടൽ ഫോഴ്സ്? 0. നോക്കി, ഈ രണ്ട് സിമെട്രിക്കൽ ഷേപ്പുകൾക്കൊക്കെ എളുപ്പമായിരുന്നു. കാരണം ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആരുണ്ട്? ചാർജുകളുണ്ട്. എനിക്ക് ഈസി ആയിട്ട് കളയാൻ പറ്റുമായിരുന്നു. കേട്ടോ, ഇവിടെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ചാർജുകൾ ഉള്ളതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് കളയാൻ പറ്റുമായിരുന്നു. ഇവിടെ പക്ഷെ അത് പറ്റിയില്ല. ക്വസ്റ്റ്യൻ ഇവിടെയാ. എവിടെയാ? ഇവിടെ ഒരു പെന്റഗൺ ഉണ്ട് ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഈ ചാർജിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എത്രയാണ്? കണ്ണടച്ച് പറയാൻ പറ്റുമോ എന്നതാ? 0 ആയിരിക്കും. അതെ, അത് ഉറപ്പാണ്. കാരണം ഇവിടെ എനിക്ക് കിട്ടിയത് 0 ആണ് കിട്ടുന്നത്. ക്വസ്റ്റ്യൻ ഇതുമല്ല, പിന്നെ എന്താ? ഒരു ചാർജ് ഇല്ല ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിലവില് ഇവന്റെ നെറ്റ് ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ ഒരു ചാർജ് തന്നപ്പോൾ എനിക്ക് എന്ത് പറയാൻ ധൈര്യമായിട്ട് ഒരു ചാർജിനായിട്ട് പറയാമായിരുന്നു. കാരണം ഡയറക്റ്റ് ഇതേ ലൈനില്ല. ഇവിടെ അത് പറയാൻ പറ്റില്ല. ഇവിടെ നോക്കി, ഇവന്റെ ഫോഴ്സ് ഇങ്ങോട്ടാണ്, ഇവന്റെ ഫോഴ്സ് ഇങ്ങോട്ടാണ്, ഇവന്റെ ഫോഴ്സ് ഇങ്ങോട്ടാണ്, ഇവന്റെ ഫോഴ്സ് ഇങ്ങോട്ടാണ്. ഇവിടെ കണ്ടോ, ഞാൻ ഇവിടുന്ന് ഒരു ചാർജ് എടുത്ത് മാറ്റിയാൽ, ഈ ചാർജ് എടുത്ത് മാറ്റിയാൽ ഇവരുടെ റിസൾട്ടന്റ് എത്രയായിരിക്കും? ഇവന്റെ ചാർജ്, ഇവന്റെ ഫോഴ്സ് താഴേക്ക്, ഇവന്റെ ഫോഴ്സ് ഇങ്ങോട്ട്. എന്നിട്ട് ഈ രണ്ട് വെക്ടറിന്റെ എന്ത് കണ്ടാൽ മതി? റിസൾട്ടന്റ് കണ്ടാൽ മതി കേട്ടോ. അത് തന്നെയാണ് കുറച്ചുമ്പോൾ കണ്ടുപിടിച്ചത് എഫ് എന്ന് പറഞ്ഞ സാധനം. അവിടെ ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെയോ ഇതിനെന്താ ട്രിക്ക് എന്ന് ചോദിച്ചാല്, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ 4 ചാർജുകളുടെ റിസൾട്ടന്റാണ് എനിക്ക് കാണണ്ടേ അല്ലേ? 5 എണ്ണം ഉണ്ടായിരുന്നു എങ്കിൽ നെറ്റ് ഫോഴ്സ് എത്രയായിരുന്നു? 0 ആയിരുന്നു. അതിന്റെ അർത്ഥം ഈ 4 പേര് തമ്മിൽ ഉള്ള റിസൾട്ടന്റ് ഫോഴ്സിനോട് ഈക്വൽ ആയിട്ടാണ് ഈ 5ാമത്തവൻ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ഇത്ര നേരം. അങ്ങനെയാണെങ്കിൽ ഈ 4 പേരുടെ റിസൾട്ടന്റ് ഫോഴ്സ് കാണാനായിട്ട് ഈ 4 പേരുടെയും കാര്യം എടുക്കേണ്ട ആവശ്യമില്ല. പകരം ഇവനും തമ്മിൽ എത്രയാ ഫോഴ്സ് മാത്രം കണ്ടാൽ മതി. ലോജിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ R. ഓരോന്നിന്റെ R
ചോദിച്ചേക്കുന്നത് ഈ 4 ഫോഴ്സിന്റെ റിസൾട്ടന്റ് കാണാനാണ്. പെട്ടെന്ന് മണ്ടടിച്ചു പോകും, കാരണം പലതും പല ലൈനിലേക്കാണ്. റിസൾട്ടന്റ് കാണാൻ വേണ്ടി ഇതേപോലത്തെ ഇക്വേഷൻ കണ്ടുപിടിച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഈ അഞ്ചാമത്തെ ഒരു ചാർജ് ഉണ്ടായിരുന്നെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 4 പേരുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഈ അഞ്ചാമത്തവൻ ഇതിലേക്ക് കൊടുത്ത ഫോഴ്സിനോട് ഈക്വൽ ആയിരിക്കണം. അത് എത്രയാ? K ഇൻറ്റു ക്യൂ ക്യൂ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഇതാണ് ഈ 4 പേരുടെ റിസൾട്ടന്റ്. അത്രേ ഉള്ളൂ കൺസെപ്റ്റ്. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് 7 സൈഡുള്ള ഒരു ഫിഗർ, സെപ്റ്റഗൺ എന്താ പറയില്ലേ, അല്ലെങ്കിൽ 12 എണ്ണം ഉള്ളത്, 11 എണ്ണം ഉള്ളത്, 25 എണ്ണം ഉള്ളത്, അതിൻ്റെ ഒക്കെ ആണെങ്കിൽ അതിന് ഒരു ചാർജ് ഇല്ല, എടുത്ത് മാറ്റിയാൽ ബാക്കിയുള്ള ചാർജിന്റെ റിസൾട്ടന്റ് ചോദിച്ചാൽ ചെയ്യേണ്ടത്, നിങ്ങൾ അതൊന്നും ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ചാർജും ഈ ഒരു ചാർജും തമ്മിലുള്ള റിസൾട്ടന്റ് ഫോഴ്സ് എത്രയാണോ അതാണ് ബാക്കിയുള്ള റിസൾട്ടന്റ് ഫോഴ്സ്. കാരണം മൊത്തം എത്രയാ? 0 കിട്ടും. ഇതാണ് അതിന്റെ ലോജിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇരിക്കും. ഒരു ഇക്വൽ ട്രയാങ്കിൾ ആണ്. ഇവിടെ ഒരു ചാർജ് ഉണ്ട് ക്യൂ ക്യൂ ക്യൂ, കേട്ടോ, 3 ചാർജ് ക്യൂ ക്യൂ ക്യൂ. ഇത് മൈനസ് ആണ്. അപ്പോൾ എ ബി സി. ഫൈൻഡ് ദ നെറ്റ് ഫോഴ്സ് ഓൺ ചാർജ് അറ്റ് സി. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ സിയിലുള്ള നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഇവൻ എന്ത് ചെയ്യും? ഇത് പ്ലസും ഇത് മൈനസും ആണ്. അപ്പൊ ഇവൻ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ഇങ്ങോട്ടേക്ക്. ഫോഴ്സ് ഓൺ സി ഡ്യൂ ടു എ എത്രയാ? കെ ഇൻറ്റു ക്യൂ 1 ക്യൂ 2 ക്യൂ 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 സ്ക്വയർ ഡിവൈഡ് ബൈ ഒരു സൈഡ് എ ആണ് കേട്ടോ, എ ഡിവൈഡ് ബൈ എ സ്ക്വയർ. ഇവനെ അട്രാക്ട് ചെയ്യും. ഫോഴ്സ് ഓൺ സി ഡ്യൂ ടു എ എത്രയാ? കെ ഇൻറ്റു ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ. രണ്ടൊരു സെയിം മാഗ്നിറ്റ്യൂഡ് അല്ലേ? ഇപ്പൊ ഞാൻ വിളിക്കുകയാണ് എഫ്. രണ്ട് ഫോഴ്സ് ഉണ്ട്, രണ്ട് ചാർജ് അല്ലേ വേറെ ഉള്ളൂ. അപ്പൊ ഈ 2 ഫോഴ്സിന്റെ റിസൾട്ട് കണ്ടുപിടിച്ചാൽ മതി. ഇതാണെങ്കിൽ എത്രയാണ്? 60 ഡിഗ്രി. അപ്പോൾ റൂട്ട് ഓഫ് റിസൾട്ടന്റ് ഫോഴ്സ് എഫ് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എഫ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എഫ് ഇൻറ്റു കോസ് 60 ഡിഗ്രി. കാരണം അവർക്കിടയിൽ ആംഗിൾ എത്രയാ? 60 ഡിഗ്രി. കോസ് 60 എത്രയാ? 1/2. 2 2 വെട്ടിപ്പോയി. എഫ് സ്ക്വയർ അത് എത്രയാ? റൂട്ട് 3 എഫ്. ഇത്രയേ ഉള്ളൂ. 2 ചാർജ് ഉണ്ട്, സെയിം ചാർജ് മൈനസ് ക്യൂ. ഇത് തന്നെയാണ് ഇവിടെ ഒരു പ്ലസ് ആയിരുന്നെങ്കിലോ, പ്ലസ് ക്യൂ ആയിരുന്നെങ്കിലോ, ഇവൻ ഇവിടുന്ന് ഇങ്ങോട്ട്, അവരുടെ ആംഗിൾ എത്രയാ? 60 ഡിഗ്രി. അപ്പൊ എന്നാ വന്നേനെ? റൂട്ട് 3f താഴേക്ക് വരുമായിരുന്നു കേട്ടോ, ഇങ്ങോട്ടേക്ക്. ഇത് മൈനസ് ആയതുകൊണ്ട് അട്രാക്ഷൻ അങ്ങോട്ടും പിടിച്ചു വലിക്കുന്നത്. അതുകൊണ്ട് നെറ്റ് റിസൾട്ടന്റ് ഫോഴ്സ് എങ്ങോട്ടേക്കാ? ഇങ്ങോട്ടേക്ക്, റൂട്ട് 3 ടൈംസ് എഫ്. ഇതാ ശ്രദ്ധിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സ്ക്വയർ ഉണ്ട്. ഇവിടെ ക്യൂ 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 ക്യൂ, അകത്ത് മൈനസ് ക്യൂ. ഇവൻ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ഇവനെ അട്രാക്ട് ചെയ്യും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? രണ്ടുപേരും ക്യാൻസൽ ആയി പോകും. ഇത് എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ആയി. ഇത് ക്യൂ ആണെങ്കിലോ റിപ്പൽഷൻ ആയിട്ട് ഈക്വൽ ആയിട്ട് ക്യാൻസൽ ആയി പോകും. ഇനി ഇവിടെ ഇരിക്കുന്നത് മൈനസ് ക്യൂ ആണെങ്കിലോ എന്നാ സംഭവിക്കും? ഇവൻ എന്ത് ചെയ്യും? പുഷ് ചെയ്യും. ഇവൻ അവനെ അങ്ങോട്ട് പുഷ് ചെയ്യും. ഡയഗണലി ഓപ്പോസിറ്റ്. അവർ പരസ്പരം ക്യാൻസൽ ആയി പോയി. ഇവനെ എന്ത് ചെയ്യും? പുഷ് ചെയ്യും. ഇവൻ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അപ്പൊ ഇവന്റെ ഒരു പുഷ് ഫോഴ്സ് എഫ് ഇങ്ങോട്ടേക്കുണ്ട്, ഇവന്റെ ഒരു ഫോഴ്സ് അട്രാക്ഷനും എങ്ങോട്ടേക്കുണ്ട്? ഇങ്ങോട്ടേക്കുണ്ട്. രണ്ടുപേരും സെയിം ആണോ? നോക്കിയേ. ഇതന്നെ വരും കെ ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഇങ്ങോട്ട്. ഇവന്റെയോ കെ ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എങ്ങോട്ട് വരും? ഇങ്ങോട്ട് വരും. ഇവിടെ മൈനസ് ക്യൂ വരുമോ? മൈനസ് ക്യൂ വരില്ല. കാരണം ഫോഴ്സ് കാണാൻ നേരത്ത് ചാർജിന്റെ സൈൻ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസ്സിലുണ്ടായ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? അപ്പൊ ഇത് എങ്ങോട്ടേക്കാണ്? ഇങ്ങോട്ടേക്ക്. അപ്പൊ രണ്ടുപേരുടെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ത് വരും? എഫ് പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു 2 ടൈംസ് എഫ്. ഒരു എഫ് എന്നതാ? ഈ സാധനം. അപ്പൊ 2 ടൈംസ് കെ ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ക്യൂ ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂ സ്ക്വയർ.
ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫൈൻഡ് ദ റിസൾട്ടന്റ് ഫോഴ്സ് അറ്റ് ഡി സി എ ബി. ഈ ചാർജിലുള്ള റിസൾട്ടന്റ് ഫോഴ്സ് ആണ് ചോദിച്ചേക്കുന്നത്. ഇവൻ എന്ത് ചെയ്യും? ഇവനെ പിടിച്ച് ഇങ്ങോട്ട് വലിക്കും. ഒരു സൈഡ് എ ആണ്, എ സ്ക്വയർ ആണ് കേട്ടോ. ഇവൻ എന്ത് ചെയ്യും? ഇവനെ പിടിച്ച് മുകളിലേക്ക് വലിക്കും. ഫോഴ്സ് ഓൺ ഡി ഡ്യൂ ടു ബി, ഇത് ഫോഴ്സ് ഓൺ ഡി ഡ്യൂ ടു സി. ഇവൻ എന്ത് ചെയ്യും? ഇവനെ പിടിച്ച് ഇങ്ങോട്ടേക്ക് വലിക്കും. ഫോഴ്സ് ഓൺ ഡി ഡ്യൂ ടു എ. ഇച്ചിരി പ്രശ്നമുണ്ട്, കാരണം വേറെ വരും ഫോഴ്സ്, നമുക്ക് ഈസി ആയിട്ട് കൂട്ടാൻ പറ്റില്ല. ഒരു പണിയാം, ഇവന്റെ റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിക്കാം. അതെങ്ങനെയായിരിക്കും? രണ്ട് ഈക്വൽ ഫോഴ്സ് 90 ഡിഗ്രിയിൽ, അപ്പോൾ 45 ഡിഗ്രിയിലായിരിക്കും റിസൾട്ടന്റ്. എത്രയായിരിക്കും? റിസൾട്ടന്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ്, മക്കൾ ഇത് നോക്കിയേ, എഫ് ഫോഴ്സ് ഓൺ ഡി ഡ്യൂ ടു സി, ഇത് എത്ര വരും? കെ ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ എ സ്ക്വയർ. ഇവനോ? കെ ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ എൻ, ആർ എന്ന് പറഞ്ഞാൽ എ, അപ്പോൾ എ സ്ക്വയർ. രണ്ടായാലും സെയിം അല്ല, അപ്പോൾ ഞാൻ എഫ് എടുക്കുക. അപ്പോൾ എഫ് സ്ക്വയർ പ്ലസ് 2എഫ് കോസ്, ഈ രണ്ട് വെക്ടറുകളുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. കോസ് 90 0 അല്ലേ? അപ്പോൾ ഇത് മൊത്തം 0 ആയിരിക്കും. രക്ഷപ്പെട്ടു. എഫ് സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ 2എഫ് സ്ക്വയറിന്റെ റൂട്ട് എന്നാ വരും? റൂട്ട് 2 ടൈംസ് എഫ് വരും. അപ്പോൾ ഇതാണ് റിസൾട്ടന്റ് ഫോഴ്സ്. ഇതെത്രയാ? റൂട്ട് 2 ടൈംസ് എഫ്. ഇനി റിസൾട്ടന്റ് ഫോഴ്സ് ഓൺ മൈനസ് ക്യൂ, അതിലേക്കുള്ള റിസൾട്ടന്റ് ഫോഴ്സ് എന്നാ വരും? റൂട്ട് 2 ടൈംസ് എഫിന്റെ കൂടെ ആരുണ്ട്? ഈ എയിലെ ഫോഴ്സും കൂടെ ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഫോഴ്സ് ഓൺ ഡി ഡ്യൂ ടു എയും കൂടെ കൂട്ടിയാൽ മതി. ഇനി ഇവൻ എത്രയാ? ഇവനും തമ്മിലുള്ള ഫോഴ്സ് എത്രയാ? കെ ഇൻറ്റു Q1 Q2 Q ഡിവൈഡ് ബൈ എ സ്ക്വയർ ആണോ? അല്ല. ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് നോക്കിയേ, ഇത് എയും ആണെങ്കിൽ ഈ ഡയഗണൽ എത്ര വരും? റൂട്ട് 2 ടൈംസ് എ. ഇതൊക്കെ അറിയാവുന്നല്ലേ? സ്ക്വയർ അല്ലേ? സ്ക്വയറിന്റെ ഡയഗണൽ ഇതാണ് ഇവർക്കിടയിലുള്ള ദൂരം, എ അല്ല. ഇത്രയാണ് നമ്മൾ എ എടുത്ത്, ഇവർക്കിടയിലുള്ള ദൂരം എ. ഇവർക്കിടയിലുള്ള ദൂരം എത്രയാ? റൂട്ട് 2 ടൈംസ് എ ആണ്. അപ്പോൾ ഈ എക്ക് പകരം റൂട്ട് 2 ടൈംസ് എന്റെ സ്ക്വയർ വരും. ഇതെന്നാ വരും? കെ ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ റൂട്ട് 2ന്റെ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2a സ്ക്വയർ. കെ ക്യൂ ഡിവൈഡ് ബൈ എ സ്ക്വയർ എന്നതാ നമ്മൾ എടുത്ത എഫ്. അപ്പോൾ ഇതെന്ത് വരും? എഫ് ബൈ 2. അപ്പോൾ റൂട്ട് 2f പ്ലസ് എഫ് ബൈ 2. ഇതാണ് എന്ത്? ആൻസർ. അപ്പോൾ വേണമെങ്കിൽ എഫ് പുറത്തേക്ക് എടുത്തോ, ബാക്കി ആരുണ്ട്? റൂട്ട് 2 പ്ലസ് 1/2 കേട്ടോ. ഈ ഓപ്ഷൻ നോക്കി കറപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ ടിക്ക് മാർക്ക് ഇട്ടാൽ മതി. ഇതാണ് ആ ക്വസ്റ്റ്യൻ. അടുത്ത നമ്മുടെ ലാസ്റ്റ് കണക്കാണ് കേട്ടോ. ഇവിടെ നോക്കിയത് റിക്വയർഡ് ട്രയാങ്കിൾ ആണ് ABC. നടുക്കൊരു ചാർജ് ഉണ്ട് Q. ടെസ്റ്റ് ചാർജ് ആണ് വിചാരിച്ചു. വാട്ട് ഇസ് എ നെറ്റ് ഫോഴ്സ് ഓൺ ടെസ്റ്റ് ചാർജ്? നോക്കി, ഇവനും സെയിം ചാർജാണ്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും? ഇവന് താഴേക്ക് ആക്ട് ചെയ്യും, റിപ്പൽ ചെയ്യും. എനിക്ക് ഇതിലേക്കുള്ള ഫോഴ്സാണ് കണ്ടത്. അപ്പോൾ ഇതിലേക്ക് അവൻ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഇവനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും, ഇവനെ ഇങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യും. ഓക്കെ, നോക്കി ഇവന്മാർ രണ്ടുപേരും നോക്കി, നമുക്ക് നോക്കാം. ഇതാദ്യം ചെയ്യാം. അപ്പോൾ ഈ ഫോഴ്സ് ഓൺ O, ഇത് O പോയിന്റ്, O ഡ്യൂ ടു B ഇസ് ഈക്വൽ ടു K ഇൻറ്റു Q1 Q2 Q ഡിവൈഡ് ബൈ R സ്ക്വയർ. ഇത് എത്രയാണ്? 6. ഈ ട്രയാങ്കിൾ അല്ലേ? സെൻട്രലിലേക്കുള്ള ദൂരം സെയിം ആയിരിക്കും, ഡിവൈഡ് ബൈ R സ്ക്വയർ. ഇതോ ഫോഴ്സ് ഓൺ O ഡ്യൂ ടു C ഇസ് ഈക്വൽ ടു K ഇൻറ്റു Q ഡിവൈഡ് ബൈ R സ്ക്വയർ. നമുക്ക് പണി ചെയ്യാം. ഇവന് നമുക്ക് പേര് F കൊടുക്കാം. ഇവന്റെ ഇങ്ങോട്ടേക്കുള്ള ഫോഴ്സോ K ഇൻറ്റു Q അല്ല, ഇവിടെ 2Q ഇൻറ്റു Q ഡിവൈഡ് ബൈ R സ്ക്വയർ ആണ്. എന്ത് കൊടുക്കാം? 2 ടൈംസ് F കൊടുക്കാം, കാരണം F എന്ന് പറഞ്ഞതിൻ്റെ 2 ടൈംസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 2 ടൈംസ് F. മക്കളെ ഇവന്റെയും റിസൾട്ടന്റ് ഫോഴ്സ് എങ്ങനെ ആയിരിക്കും? മുകളിലേക്കായിരിക്കും.
ഇത് എത്രയും കണ്ടാലോ? കാരണം രണ്ട് വെക്ടർ ഉണ്ട് അറ്റ് ആൻ ആംഗിൾ 120 ഡിഗ്രി. കുറച്ച് മുമ്പത്തെ വീഡിയോ തുടക്കഭാഗം കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുമായിരുന്നു എഫ് 120 ഡിഗ്രിയിലാണെങ്കിൽ റിസൾട്ടന്റ് എങ്ങനെയായിരിക്കും? മുകളിലേക്ക് എഫ്. അതല്ലെങ്കിൽ റൂട്ട് ഓഫ് എഫ് സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ പ്ലസ് 2f ഇൻറ്റു എഫ് ഇൻറ്റു കോസ് 120 ഡിഗ്രി. കോസ് 120 ഡിഗ്രി ഇതാണ് റിസൾട്ടന്റ് ഫോഴ്സ്. അത് എത്ര വരും? കോസ് 120 എത്രയാ? -1/2 അല്ലേ? അപ്പൊ ഇത് -1/2 വന്നു. 2 2 വെട്ടിപ്പോയി. എഫ് ഇൻറ്റു എഫ് എഫ് സ്ക്വയർ ഇൻറ്റു -1. അപ്പൊ -f സ്ക്വയർ. ഇതും വെട്ടിപ്പോയി. ബാക്കിയുള്ള ആളെ റൂട്ട് ഓഫ് എഫ് സ്ക്വയർ. അത് എത്രയാ? എഫ്. അതവിടെ മാർക്ക് ചെയ്ത്. രണ്ടുപേരും 120 ഡിഗ്രിയില്ല, സെയിം മാഗ്നിറ്റ്യൂഡാ. അതുകൊണ്ട് കറക്റ്റ് ഡയഗണലി ഇങ്ങോട്ട് വരും, മുകളിലേക്ക് വരും. ഇതാണ് എന്ത്? എഫ്. താഴേക്ക് എത്രയുണ്ട്? 2f. മുകളിലേക്ക് എഫ്, താഴേക്ക് 2f. അപ്പോൾ റിസൾട്ടന്റ് ഫോഴ്സ് എന്നതാ? എഫ് താഴേക്ക്. ഇപ്പൊ 2f മൈനസ് എഫ് ഇസ് ഈക്വൽ ടു എഫ്. ഇത് എങ്ങോട്ടേക്കാ? ഈ താഴേക്ക്. അപ്പോൾ റിസൾട്ടന്റ് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു എഫ് റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു എഫ് എന്ന് പറഞ്ഞ എഫ് അല്ലേ കിട്ടിയ? എഫ് എന്ന് പറഞ്ഞാൽ എത്രയാ? കെ ഇൻറ്റു ക്യൂ ക്യൂ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ പോളിഗൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. കാരണം പല ഷേപ്പിലുള്ള ആൾക്കാരുടെ അറ്റത്ത് കൊണ്ടിട്ട് ഓരോ ചാർജ് കൊണ്ട് വെച്ചെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണക്കുകൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് വേറൊരു ടൈപ്പ് പ്രോബ്ലം ചെയ്യാം. അതായത് രണ്ട് ചാർജ് ഇരിപ്പുണ്ടേ, രണ്ട് സെയിം ചാർജ് ആണ് വിചാരിച്ചു. ക്യൂ ക്യൂ പ്ലസ് ചാർജ് ആണ്. രണ്ടുപേരും ഈക്വൽ ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ നടുക്കത്തെ ഫോഴ്സ് എത്ര വരും? നടുക്ക് ഞാൻ ഒരു ടെസ്റ്റ് ചാർജിനെ കൊണ്ട് വെച്ചിട്ടുണ്ടോ? ക്യൂ പോസിറ്റീവ് ചാർജ്. ഇവനെ റിപ്പിൽ ചെയ്യും, ഇവനെ റിപ്പിൽ ചെയ്യും. രണ്ടുപേരും എന്തായി? ഫോഴ്സ് എന്തായി? 0 ആയി. ഈ പോയിന്റിനെ പറഞ്ഞവരാണ് നൾ പോയിന്റ് കേട്ടോ. നൾ പോയിന്റ്. കാരണം ഇവരെ അടുത്ത് വേറെ എവിടെ വെച്ചാലും റിസൾട്ടന്റ് ഫോഴ്സ് ഉണ്ടാവും. ഈ ഒരു പോയിന്റ് മാത്രം ഫോഴ്സ് 0 ആയി. ഞാൻ ഇവന്റെ വലിപ്പം കൂട്ടി, അത് ചാർജ് ഞാൻ ഇരട്ടിയാക്കി. അങ്ങനെ എന്നാ സംഭവിക്കാനാ? ഈ ചാർജ് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഈ പോയിന്റ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? എവിടെയായിരിക്കും നൾ പോയിന്റ്? ഇനി ഇവനെ ഞാൻ മൈനസ് സൈൻ ആക്കി, അങ്ങനെയാണെങ്കിൽ എവിടെയായിരിക്കും നൾ പോയിന്റ് എന്ന കുറച്ച് കണക്കുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.